ചെന്നൈയിൽ നടന്ന ഒരു ചടങ്ങിൽ SDP നേതാവ് നെല്ലായി മുബാറക്ക് പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള ഉള്ളടക്കം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി സ്റ്റാലിൻ വ്യക്തമാക്കിയത് പ്രവാചകനെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഇതിനകം തന്നെ തമിഴ്നാടിൻ്റെ വിദ്യാഭ്യാസ സിലബസിൻ്റെ ഭാഗമാണെന്നാണ്. ഇത് ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ടെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി. പ്രഖ്യാപനം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു ചടങ്ങിലായിരുന്നു. സ്റ്റാലിൻ പ്രവാചകന്റെ സമത്വപരവും സ്നേഹപരവുമായ തത്വങ്ങളെ പ്രശംസിക്കുകയും അവ തമിഴ്നാടിൻ്റെ ദ്രാവിഡ പാരമ്പര്യവുമായി എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന് എടുത്തു പറയുകയും ചെയ്തു. പെരിയാർ, EV രാമസ്വാമി, CN അണ്ണാദുരൈ, M കരുണാനിധി തുടങ്ങിയ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ നേതാക്കളുടെ പ്രത്യയശാസ്ത്രങ്ങൾ പ്രവാചകന്റെ പ്രബോധനങ്ങളോട് സാമ്യം പുലർത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും DMK എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും സ്റ്റാലിൻ ഊന്നി പറഞ്ഞു. മുസ്ലിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ആദ്യം അവർക്ക് പിന്തുണ നൽകുന്നത് DMK ആയിരിക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനവും ചെയ്തു. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് നിയമ ഭേദഗതികളെ സ്റ്റാലിൻ ശക്തമായി വിമർശിച്ചു. ഈ ഭേദഗതികൾക്കെതിരെ DMK ഉൾപ്പെടെയുള്ളവർ നടത്തിയ നിയമ പോരാട്ടങ്ങൾ മൂലമാണ് സുപ്രീം കോടതി പ്രധാന വ്യവസ്ഥകൾക്ക് സ്റ്റേ അനുവദിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടാതെ പൗരത്വ ഭേദഗതി നിയമം, CAA, മുത്തലാഖ് തുടങ്ങിയ വിഷയങ്ങളിൽ AIADMK മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചുവെന്നും സ്റ്റാലിൻ ആരോപിച്ചു. 1969-ൽ M കരുണാനിധി പ്രഖ്യാപിച്ച നബിദിന അവധി 2001-ൽ BJP AIMDK ഭരണകാലത്ത് റദ്ദാക്കപ്പെട്ടിരുന്നു. എന്നാൽ 2006-ൽ DMK അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഈ അവധി പുനഃസ്ഥാപിക്കുകയുണ്ടായി. മുസ്ലിം സമുദായത്തിൻ്റെ ക്ഷേമത്തിനായി തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കിയ നിരവധി പദ്ധതികളെക്കുറിച്ചും സ്റ്റാലിൻ വിശദീകരിച്ചു. ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങൾക്ക് BC വിഭാഗത്തിൽ 3.5% ആഭ്യന്തര സംവരണവും, ന്യൂനപക്ഷ ക്ഷേമ ബോർഡിൻ്റെ സ്ഥാപനവും, ഉറുദു അക്കാദമിയുടെ രൂപീകരണവും, ചെന്നൈ വിമാനത്താവളത്തിന് സമീപം ഒരു പുതിയ ഹജ്ജ് ഹൗസിൻ്റെ നിർമ്മാണമൊക്കെ സ്റ്റാലിൻ എടുത്തു പറഞ്ഞു. ഗസയിൽ തുടരുന്ന സംഘർഷത്തെക്കുറിച്ച് സ്റ്റാലിൻ ആശങ്കയും പ്രകടിപ്പിച്ചു. ഫലസ്തീനികൾ നേരിടുന്ന ദുരിതങ്ങൾക്ക് ഉടനടി അറുതി വരുത്തണം. ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ ഉറച്ച തീരുമാനമെടുക്കണമെന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി അത് ഊന്നിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി.